കൃഷിയുടെ അത്ഭുത കാഴ്ചകൾ നടക്കുന്നിടത്തു ഇതിന്റെ തൈയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഈ ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പോകുന്നൊന്നുമില്ല. മാനവരാശിക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ട ഒരു പഴമെന്ന ലേബലിലാണ് നഴ്സറിക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനെ കുറേ പേരിൽ അറിയപ്പെടും. ഗോഡ്സ് ക്രൗണ്, ഡ്രഗ് ലോഡ്, സ്വർഗത്തിലെ പഴം. മറ്റേത് സ്വർഗത്തിലെ കനിയായിരുന്നു കേട്ടോ ഗ്യാക്ക്, ഇത് സ്വർഗത്തിലെ പഴം. വ്യത്യാസമുണ്ടേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഫ്രൂട്ട് സീരീസിലെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മണ്ടയ്ക്ക് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്ക് നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഫ്രൂട്ടിനെ ഒന്നും ഇങ്ങനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ 90% ആൾക്കാർക്കും ഇഷ്ടം രുചിയുള്ളത് എന്ന് വെച്ചാൽ മധുരം അല്ലെങ്കിൽ പുളിമധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാനാണ് താല്പര്യം. അതുകൂടാതെ തന്നെ സ്ഥലപരിമിതി ഉള്ളവർ അവർ ഏറ്റവും നല്ല വെറൈറ്റി തന്നെ വെക്കണം. അതല്ല ചുമ്മാ ഈ ചുവയുള്ളതും ഒരു ഉപകാരമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ വെച്ച് ഇത് പരിപാലിച്ചൊരു 2-3 വർഷം കഴിഞ്ഞ് കായ്ക്കുമ്പോഴത്തേനും അവർക്ക് നിരാശ ഉണ്ടാകാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാലും നമ്മൾ ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമോ? ഇല്ല. ഏറ്റവും നല്ല മധുരമുള്ള സാധനങ്ങൾ കൊടുക്കാൻ തന്നെയാണ് നമുക്ക് താല്പര്യം. അപ്പോൾ സ്ഥലം ഒത്തിരി ഉള്ളവർ എന്ത് സാധനം വേണമെങ്കിലും വെക്കാം, യാതൊരു കുഴപ്പമില്ല. എല്ലാ ഫ്രൂട്ടും നല്ലത് തന്നെയാണ്, എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ സ്ഥലം കുറവുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടാണ്. ബ്ലാക്ക്ബെറി എന്ന് കേൾക്കുമ്പം മറ്റേ ബ്ലാക്ക്ബെറിയുമായിട്ട് തോന്നും നമുക്ക് നല്ലതായിരിക്കുമെന്ന്, പക്ഷെ അല്ല. അത് ഇത് റേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംബിയയിൽ നിന്ന് വന്ന ഒരു കോഫിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരു സാധനമാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. ചെടി നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല വൈറ്റ് കളറ് പൂവൊക്കെ ഉണ്ടാകും. ഒരു ചെറിയ മഞ്ഞ കളറുള്ള ഫ്രൂട്ടാണ്. നല്ല രസമാണ് ചെടിയൊക്കെ കാണാൻ. പക്ഷേ അകത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോക്ലേറ്റ് ഒക്കെ ലിക്വിഡ് ഫോം, ചൂട് കൊണ്ട് ലിക്വിഡ് ഫോം ആകത്തില്ലേ, അതുകൊണ്ടൊരു സാധനമാണ്. എനിക്ക് പേഴ്സണായിട്ട് കഴിച്ചിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയൊന്നുമില്ല. പിന്നെ അകത്ത് കുറച്ച് സീഡ്സും ഉണ്ട്. അപ്പം ഇതെൻ്റെ കൂട്ടുകാരൻ്റെ അടൂരുള്ള ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അന്നേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് മുന്നേ ഞാൻ അവനെ കോൺടാക്ട് ചെയ്തായിരുന്നു. എടാ ഇതിൻ്റെ കുറച്ച് വിഷ്വൽ ഉണ്ടെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞു അവനും അത് വെട്ടിക്കളഞ്ഞെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. ഇടയ്ക്ക് ഇതുപോലെയാണ് നമ്മുടെ ഈ ഏതെങ്കിലും ഒരു നല്ല സാധനത്തിൻ്റെ പേരിട്ടിട്ട് ഇവന്മാർ കുറേ സാധനം വിൽക്കാൻ വരും. അതിൽ പെടുന്നതാണ് നമ്മുടെ പീനട്ട് ബട്ടർ, ഐസ്ക്രീം ബീന്. ഏതെങ്കിലും നല്ല കഴിക്കാൻ പറ്റുന്ന സാധനത്തിൻ്റെ കൂടെ ആ പേര് അടിച്ചു മാറ്റി ഇതിനകത്തോട്ടിടും. അപ്പോൾ ആൾക്കാർക്ക് ഇത് കേട്ടിട്ട് ആൾക്കാർ സാധനവും വാങ്ങിക്കും. അപ്പോൾ സ്ഥലമുള്ളവർക്ക് ഇതൊരു ഓർണമെന്റ് പ്ലാന്റ് ആയിട്ട് വെക്കാം. നല്ല രസമൊക്കെയാണ് നിൽക്കുന്നത് കാണാൻ. അല്ലാത്തവർ ഇത് ഒഴിവാക്കുക. ഇതിനേക്കാളും കുറേ നല്ല വെറൈറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പം അടുത്ത് നമ്മുടെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മക്കോട്ടദേവയാണ്. ഇന്തോനേഷ്യൻ സ്വദേശിയായിട്ടുള്ള മക്കോട്ടദേവ. ഇത് പറഞ്ഞാൽ ദൈവം മാനവരാശിക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ട ഒരു പഴമെന്ന ലേബലിലാണ് നഴ്സറിക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനെ കുറേ പേരിൽ അറിയപ്പെടും. ഗോഡ്സ് ക്രൗണ്, ഡ്രഗ് ലോഡ്, സ്വർഗത്തിലെ പഴം. മറ്റേത് സ്വർഗത്തിലെ കനിയായിരുന്നു കേട്ടോ ഗ്യാക്ക്, ഇത് സ്വർഗത്തിലെ പഴം. വ്യത്യാസമുണ്ടേ. അങ്ങനെ കുറേ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇതിന് കുറേ ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഷുഗർ, പ്രഷർ, കിഡ്നി ഫെയിലിയർ, ഹെയർ ഡിസീസ്, ഗ്യാസ് ട്രബിൾ, വാദം, യൂറിക് ആസിഡ്, ഓവർവെയ്റ്റ് എന്ന് വേണ്ട ക്യാൻസർ വരെ ഇത് ക്യൂർ ചെയ്യുമെന്നാണ് ചില പ്രമുഖർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു കോവിഡ് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നഴ്സറിയിൽ പോകുമ്പം ഇത് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 1500 രൂപയായിരുന്നു അന്ന് അതിൻ്റെ വില. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ ആ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കി. നല്ല ചുമന്ന കളർ ഇരിക്കും കേട്ടോ, നല്ല രസമൊക്കെ കാണാൻ. ഒരു രക്ഷയില്ലാത്ത ഒരു സാധനമാണ് അത്. ഡിസ്പ്ലേ അടിച്ചു പോകും നമ്മുടെ നാക്കിൻ്റെ, അതുകൊണ്ടൊരു സാധനമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഫ്രൂട്ടായിട്ട് കണക്കാക്കണ്ട, ഇത് എടുത്തിട്ട് ഡ്രൈ ആക്കി നമ്മുടെ വെള്ളത്തിനകത്തിട്ട് ചൂടാക്കി കുടിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. അങ്ങനെ കുറേ പേര് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് ഇതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങിയായിരുന്നു. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, ഇടുക്കിയിലുള്ള ഒരു സുഹൃത്ത് തന്നെ ഇത് ഒരു 50-60 സംതിങ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇത് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ തന്നെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച്. ഒരു ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് അടുത്ത വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന 1 കോടിയിലേറെ രൂപയുടെ കച്ചവടമാണ് ഈ മക്കോട്ടദേവ കൊണ്ട് പ്രതീക്ഷിക്കുന്നതെന്നാണ്. അങ്ങനെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ട്, ക്യാൻസർ ക്യൂറാവും, അത് ക്യൂറാവും, എല്ലാത്തിനും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ്ട, ഈ ഒരു ചെടി വളർത്തിയാൽ മതി, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമേ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ഈ കറണ്ട് സിനാരിയോ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കറിയാവുന്ന ആ പുള്ളി ഫുള്ള് പ്ലാന്റും 60 പ്ലാന്റും വെട്ടിക്കളഞ്ഞു. യാതൊരു ഗുണവും ഇല്ല, ഇതിന് മാർക്കറ്റും ഇല്ല, എവിടെ വിൽക്കാനാന്നൊക്കെ പറഞ്ഞ് ഫുള്ള് വെട്ടിക്കളഞ്ഞു. എനിക്ക് അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് കേട്ടോ, അവരെല്ലാവരും ഇത് ഒഴിവാക്കി.
ഇപ്പൊ ആ വീഡിയോ ചെയ്ത ചേട്ടനെ കുറിച്ച് എനിക്ക് അറിയത്തൊന്നുമില്ല, പുള്ളിക്ക് 1 കോടിയുടെ ലാഭം ഉണ്ടായെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഇത് റോ ആയിട്ട് കഴിച്ചാൽ ഇതിന് ഒരു മീഡിയം ടോക്സിസിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് കാണുമ്പോഴേ നല്ല രസമാണ് കാണാൻ. അപ്പം കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും കഴിക്കാനുള്ളത് തോന്നും. അങ്ങനെ അവർ പോയി പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ടോക്സിക് ആണെന്നാണ് നെറ്റിൽ കിടക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് നെറ്റ് സെർച്ച് ചെയ്തപ്പം ഇതിനെക്കുറിച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സയൻറ്റിസ്റ്റ് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഷുഗർ ചെറുതായിട്ട് കൺട്രോൾ ചെയ്യുമെന്നുള്ള അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ബാക്കി ഡിസീസൊക്കെ ഇത് ക്യൂർ ആക്കുന്നൊന്നുമില്ല. ഈ ഇൻഫർമേഷനൊക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇത് വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഇത് ഫ്രൂട്ടായിട്ട് കണക്കാക്കി വെക്കല്ലേ, ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് കണക്കാക്കി വെക്കുക. പിന്നെ ഇത് നമ്മളിത് എടുക്കുന്നതിന് മുന്നേ തന്നെ വല്ല ഡോക്ടറുമായിട്ടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടോ, കുഴപ്പം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കൺസ്യൂം ചെയ്യുക. പിന്നെ ഓവറായിട്ട് ഇത് കൺസ്യൂം ചെയ്താലും കിഡ്നി ഡാമേജ് ആകും എന്നൊക്കെ പറഞ്ഞ് കുറേ റിസർച്ചൊക്കെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളിത് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അന്ന് ഞാൻ 1500 കണ്ട പ്ലാന്റ് ഇന്ന് ഞാൻ നഴ്സറി ചെല്ലുമ്പം അതേ സെയിം ഹൈറ്റിൽ അതേ കായ്ച്ച് കിടക്കുന്ന സാധനം 100 രൂപയ്ക്ക് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ബാക്കി വരുന്ന പന്ന പ്ലാന്റ്സ് ഒക്കെ ഒരു മാറ്റി വെക്കത്തില്ലേ, സാന്തോള് അങ്ങനെ സാധനമൊക്കെ ഇപ്പം മാറ്റി വെച്ചേക്കും ഒരു സൈഡിൽ. ആ കൂട്ടത്തിലാണ് ഇപ്പം മക്കോട്ടദേവ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്ന നമ്മുടെ പഴച്ചെടികളുടെ എല്ലാ ഒരു അവസ്ഥ ഇപ്പോഴത്തേത്. അപ്പം വെക്കുന്നവർ ആരുടെയും ഒക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വെക്കുക. ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ അടുത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂബെറിയാണ്. ബ്ലൂബെറി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്തെ ഇത് കായ്ക്കത്തുള്ളൂ. നമ്മുടെ നഴ്സറിയിൽ പണ്ട് മുതലേ ബ്ലൂബെറി എന്ന് പറഞ്ഞ് വിൽക്കുന്നത് കായാമ്പൂവും അതിൻ്റെ ഫാമിലി പെടുന്ന സാധനമാണ്. ഭയങ്കര വിലക്കാണ് ഇതെല്ലാം വിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും കറക്റ്റ് ബ്ലൂബെറി അല്ല. അപ്പം പക്ഷേ ഈ ഇടയ്ക്ക് ട്രോപ്പിക്കൽ വെറൈറ്റി എന്ന് പറഞ്ഞ് എമറാൾഡ് അങ്ങനെയുള്ള വെറൈറ്റികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിന് കുറച്ച് തണുപ്പ് വേണം, എങ്കിലേ ഇത് നല്ല കെയർ ഒക്കെ കൊടുത്താൽ മാത്രമേ ഇത് കായ്ക്കത്തുള്ളൂ. പിന്നെ കൃഷിയുടെ അത്ഭുത കാഴ്ചകൾ നടത്തുമ്പോൾ ഇതിൻ്റെ തൈയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഈ ചൂടുവെള്ളത്ത് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പോകുന്നൊന്നുമില്ല, അല്ലെങ്കിൽ അതുപോലെ കെയർ കൊടുക്കണം. പിന്നെ 2000-3000 ഒക്കെ രൂപയ്ക്കാണ് ഇപ്പം നമ്മുടെ ബ്ലൂബെറി ഇവിടെ മാർക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലവാക്കാൻ പൈസ ഉള്ളവർ നമുക്ക് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഭാവിയിൽ ഏതെങ്കിലും നല്ല വെറൈറ്റികൾ നമ്മുടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ആകും, അല്ലാത്തവർ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അവസാന ഫ്രൂട്ടാണ് നമ്മുടെ ലാങ്സാറ്റ്. നമ്മുടെ റംബൂത്താൻ്റെ ഫാമിലി പെടുന്ന സാധനം തന്നെയാണ് ഈ ലാങ്സാറ്റും. ഈ കുറേ ഐഡൻറ്റിക്കലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, ലാങ്സാറ്റ്, ഡൂക്കു, ലോങ്കോങ്, ലോങ്കൻ, അങ്ങനെ കുറേ ഈ സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ ആകെ ലാങ്സാറ്റും ലോങ്ങനും മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ലാങ്സാറ്റിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു മരമായിട്ട് വളരും. അപ്പോൾ ഈ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ അത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കറയുണ്ട്. ആ കറയൊന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കറ വരുന്ന സാധനങ്ങളൊന്നും തീരെ താല്പര്യമില്ലാത്ത ഇതാണ്. അതൊക്കെ നാക്കിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാലും ചുണ്ടലൊക്കെ പറ്റിക്കഴിഞ്ഞാലും പിന്നെ ഒട്ടിക്കൊണ്ടിരിക്കും. അതുമല്ല, ലോങ്ങനുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ തന്നെ ഇതിന് തീരെ ടേസ്റ്റും കുറവാണ്. പിന്നെ ഇത് കായ്ക്കാൻ തന്നെ ഒരു 5-6 വർഷത്തിന് മണ്ടേ സമയമെടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലാങ്സാറ്റിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ. പിന്നെ അബദ്ധത്തിൽ വല്ലതും അതിൻ്റെ അകത്തുള്ള കുരു ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദോഷം നമ്മുടെ പോക്കാം. പിന്നെ അങ്ങ് ഭയങ്കര കയ്പാണ് നമ്മുടെ നാക്കിനും. അതുപോലത്തെ ഒരു സാധനമാണ് ലാങ്സാറ്റിൻ്റെ കുരു, ആ കുരു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ലാങ്സാറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറയാത്തത്. അത് ലോങ്ങനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തീരെ ഇതും കുറവാണ്. അതുപോലെ ലോങ്ങനൊക്കെ ആണെങ്കിലും ഒത്തിരി സ്ഥലമൊന്നും നമ്മുടെ എടുക്കത്തൊന്നുമില്ല, എളുപ്പം കായ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഡൂക്കും ഉണ്ട്, ലോങ്കോങ് ഉണ്ട്. പക്ഷെ ഡൂക്കും ലോങ്കോങ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നെ പറയാൻ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ പറയുക. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് വേസ്റ്റ് ചെടികളെ കുറിച്ചാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല 5 ഫ്രൂട്ട് പ്ലാന്റ്സിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.